ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയ്ക്ക് പുതിയ അമരക്കാർ. മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ചിന്ത ജെറോമിനെ സംസ്ഥാന പ്രസിഡന്റായും കല്യാശ്ശേരി MLA M വിജിനെ സംസ്ഥാന സെക്രട്ടറിയായും തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. അങ്ങനെ വർഷങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐയുടെ അമരത്തിലേക്ക് ഒരു സ്ത്രീ തന്നെ രംഗത്തെത്തുന്നത്. ചിന്ത ജെറോമാണ് എത്തുന്നത്. ഒരുപക്ഷെ ആര്യ രാജേന്ദ്രനൊക്കെ തന്നെ എത്താനിരുന്ന ഒരു സ്ഥാനത്തേക്കാണ് ചിന്ത ജെറോം എത്തുന്നത്. ആര്യ രാജേന്ദ്രന് പാർട്ടിക്കകത്തും പുറത്തും അത്ര നല്ല പേരല്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഒരു അത്ര നല്ല അവമതിപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചിന്ത ജെറോം ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും കല്യാശ്ശേരി MLA M വിജിനെ സംസ്ഥാന സെക്രട്ടറിയായും തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് R രാഹുലാണ് പുതിയ ട്രഷറർ. പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടുകൂടി തിരുവനന്തപുരം മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുമെന്ന പ്രചാരണങ്ങൾക്ക് വിരാമമായി. ആര്യയെ വൈസ് പ്രസിഡന്റ് ആക്കിയില്ല എങ്കിലും ഭർത്താവും ബാലുശ്ശേരി MLAയുമായ KM സച്ചിൻ ദേവിനെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രധാന ഭാരവാഹിത്വത്തിലേക്ക് ഉയർന്നുവരുമെന്ന കരുതപ്പെട്ട ആര്യയെ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്താതെ സച്ചിൻ ദേവിന്റെ സംഘടനാ പരിചയത്തിന് മുൻഗണന നൽകുകയായിരുന്നു ചെയ്തത്. 92 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും 25 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ് സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. R ശ്യാമ, V അനൂപ്, മുഹമ്മദ് അഫ്സൽ, P ഷബീർ, നിഖിൽ സാബു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ഗ്രീഷ്മ, അജയ് ഘോഷ്, രജീവ് വെള്ളാട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, K അനുശ്രീ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ചുമതലപ്പെടുത്തി. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന് പാർട്ടിയുടെ മുൻനിരയിലേക്ക് എത്തിയ നേതാവാണ് പുതിയ പ്രസിഡന്റ് ഡോക്ടർ ചിന്ത ജെറോം. SFI കൊല്ലം ഏരിയ പ്രസിഡന്റായി തുടക്കം കുറിച്ച ചിന്ത സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2007-8 കാലയളവിൽ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണും സെലക്ട് സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു. 2016 മുതൽ 2023 വരെ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായി പ്രവർത്തിച്ച ചിന്ത ഈ കാലയളവിൽ യൂത്ത് ബ്രിഗേഡ് അടക്കം നിരവധി ജനകീയ പദ്ധതികൾക്ക് നേതൃത്വം നൽകി. എറണാകുളത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റും UGC നെറ്റ് JRF യോഗ്യതയുമുള്ള ചിന്ത കൊല്ലം സ്വദേശിനിയാണ്. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തി ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ മുഖമായി മാറിയ നേതാവാണ് പുതിയ സെക്രട്ടറി M വിജിൻ എന്ന് പറയുന്നത്. ബാലസംഘം, SFI എന്നിവയുടെ സംസ്ഥാന ഭാരവാഹിയായും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരികയാണ്. 2021 മുതൽ കണ്ണൂരിലെ കല്യാശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് ഇദ്ദേഹം. കൊച്ചി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള വിജിൻ പയ്യന്നൂർ കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദാന്തര ബിരുദവും നേടിയിട്ടുണ്ട്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായും കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കവെയാണ് ഇപ്പോൾ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് R രാഹുൽ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പുന്നപ്ര ഡിവിഷൻ അംഗവുമാണ്. മുൻപ് സംസ്ഥാന യുവജന കമ്മീഷൻ അംഗമായിരുന്ന രാഹുൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗമായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സമ്പൂർണമായ മാറ്റങ്ങളോടെയും കൃത്യമായ സാമുദായിക പ്രാദേശിക സമവാക്യങ്ങൾ പാലിച്ചുമാണ് DYFIയുടെ പുതിയ നേതൃത്വം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. LDF സർക്കാരിന്റെ ജനക്ഷേമ നയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ യുവജനങ്ങളെ അണിനിരത്തുന്നതിലും പുതിയ സംസ്ഥാന നേതൃത്വം നിർണായക പങ്ക് വഹിക്കും. മുൻനിര ഭാരവാഹികൾക്ക് പുറമെ ജോയിന്റ് സെക്രട്ടറിയായി K അനുശ്രീ, ഗ്രീഷ്മ, അജയ് ഘോഷ് തുടങ്ങിയ വനിതാ പ്രതിനിധികളും എത്തിയതോടുകൂടി സംഘടനയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വം. തൃശൂർ സമ്മേളനത്തിൽ നിന്നുള്ള പുതിയ സംഘടനാ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന യുവജന രാഷ്ട്രീയത്തിൽ നിർണായക ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇടതുപക്ഷ യുവജന സംഘടന DYFI എത്രമാത്രം യുവതികളെ പ്രൊമോട്ട് ചെയ്ത് സംഘടനയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ആവേശം നൽകുന്ന ഒന്നാണ്. കൂടുതൽ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് പ്രവർത്തിക്കുന്നതിന് ഇത് കൂടുതൽ കരുത്ത് നൽകും. വർത്തമാനകാലത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് അനുസൃതമായി പുതിയ കാലഘട്ടത്തിലെ തലമുറയെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് ഏറ്റവും ശക്തമായ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് DYFI നേതൃത്വം നൽകും. പ്രതിപക്ഷത്താണ് ചെറിയ പണിയല്ല ഉള്ളത്. കേട്ടില്ല, എന്താ? പ്രതിപക്ഷത്താണ് ചെറിയ പണിയല്ല ഉള്ളത്. നമ്മുടെ സമരങ്ങൾ എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കുന്നത് ഓരോ ഭരണകൂടത്തിൻ്റെയും സമീപനമാണ്. യുവജന വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തീർച്ചയായും അതിശക്തമായ സമരങ്ങളുമായി DYFIയുടെ പ്രവർത്തകർ തെരുവിലുണ്ടാവും. വ്യക്തിപരമല്ല, ഇത് തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന
സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഭാഗമായി ഇതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അത് മറ്റു തരത്തിലുള്ള ഒരു വ്യത്യാസവുമില്ലാതെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒപ്പം ഒരു ക്യൂർ പ്രതിനിധി കൂടി ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമായിരിക്കുകയാണ്. അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, അതൊന്നും വ്യക്തിപരമല്ല. ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം വരാനിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കരുത്തുകൂടി പകർന്ന ഒന്നായി മാറുക. തീർച്ചയായും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ജനാധിപത്യപരമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഒരു സമരസംഘടന കൂടിയായ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും ആ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലുണ്ടാകുന്ന തിന്മകൾ അത് ഭരണകൂടത്തിൻ്റെ ഭാഗമാകാം, അല്ലാതെയാകാം, ആ തിന്മകൾക്കെതിരായ പോരാട്ടം ഏറ്റെടുക്കുക എന്നതാണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായും തെരുവുകളിൽ സമരം ചെയ്യേണ്ട ഘട്ടമാണെങ്കിൽ അങ്ങനെ ഈ പുതിയ കാലത്ത് ജെൻസി, ആൽഫ ഉൾപ്പെടെയുള്ള തലമുറകളെയാണ് നാം അഡ്രസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു, തലമുറകളെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പലതരം വിശദീകരണങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം തലമുറകളെ കൂടി അഡ്രസ്സ് ചെയ്യുക എന്നത് ഡിവൈഎഫ്ഐയുടെ കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഭാവി കടമകളിൽ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ സമരങ്ങളിലെ സമയമാറ്റം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പുതിയ മുദ്രാവാക്യങ്ങൾ, ആ രീതിയിൽ ഇപ്പോൾ നേരത്തെ ഡൽഹിയിൽ ഉൾപ്പെടെ നടന്ന സമരങ്ങളുടെ ഒരു രീതി നാം കണ്ടെന്നാണ്. തീർച്ചയായും അത്തരം സമര രീതികൾ ഉൾപ്പെടെ ഡിവൈഎഫ്ഐക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഡിവൈഎഫ്ഐ കൂടി ഏറ്റെടുത്ത സമരമായിരുന്നു ഡൽഹിയിൽ നടന്നത്. തീർച്ചയായും അത്തരം സമര രീതികളിലേക്ക് ഡിവൈഎഫ്ഐ മാറുകയാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടെ കൂടുതൽ യുവാക്കളെ ഡിവൈഎഫ്ഐയുടെ ഭാഗമാക്കാനുള്ള സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനത്തിലൂടെ പുതിയ സംസ്ഥാന കമ്മിറ്റി. തീർച്ചയായും രണ്ട് തരത്തിൽ ടെൻഷനുള്ള പദവികളാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് ഈ സമ്മേളനം തിരഞ്ഞെടുത്തപ്പോൾ നേരത്തെ ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു അനുഭവം, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച അനുഭവം, തീർച്ചയായും ആ കാലങ്ങളിലെല്ലാം ചേർന്ന് പ്രവർത്തിച്ച സഖാക്കൾ തന്നെയാണ് ജില്ലയുടെ ഉൾപ്പെടെ ഭാരവാഹിത്വങ്ങളിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും അവരുമായി ചേർന്നുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന തലത്തിൽ നൽകിയൊരു വലിയ ഉത്തരവാദിത്തമാണ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്നത്. ആ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തുകൊണ്ട് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തത്തെ കൂടി ചേർത്ത് അതിൻ്റെ രണ്ടിൻ്റെയും ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടിനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൂടുതൽ കരുത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും.